ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ ഒരു ദിവസം, അതായത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ പെട്ടിട്ടുള്ള ഷെഹറൂബത്തുണ്ട്. അതായത് നമ്മുടെ നേഹ ഫുഡ് സ്റ്റോറീസ്, അതുപോലെ തന്നെ ഒരു കൊച്ചു ഫാമിലി എന്നുള്ള ചാനൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ചാനലിൻ്റെ ഒക്കെ ആളായിട്ടുള്ള ഷെഹറൂബത്താൻ്റെ അവരുടെ ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ ആയിരുന്നു. അതായത് നേഹ ജ്വല്ലറിയുടെ ഗോൾഡും അതുപോലെ സിൽവറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്വല്ലറി ആയിരുന്നു. അതിൻ്റെ ഇനാഗുറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഷെഹറൂബത്താൻ്റെ നേഹ ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ ഡേ ഞാൻ തനിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പെരിന്തൽമണ്ണയാണ് കേട്ടോ നേഹ ജ്വല്ലറി. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ വീട് പാണ്ടിക്കാട് നിന്നാണ് ഞാൻ പോകുന്നത്. തനിച്ചിക്കയും മക്കളൊന്നുമില്ല, ബസ്സിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഞാൻ തനിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു തവണ ഫാദറിൻ്റെ കൂടെ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തനിച്ച് പോകുമ്പോൾ പ്രത്യേക രസമാണല്ലോ, നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ പോയിരുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ ഈ കാണുന്നത് ഒറോമ്പർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഒരു കാണുന്ന ഈ ഒരു പള്ളി ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ 1ാം ക്ലാസ് മുതൽ 7th വരെ പഠിച്ചിട്ടുള്ള സ്കൂൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് കുട്ടികൾ കയറി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ, മാഞ്ഞു പോവാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നതും, പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ കുറേ മിഠായിയൊക്കെ വാങ്ങിക്കുമല്ലോ. ആ ഒരു കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ മിഠായികളൊക്കെ വാങ്ങിക്കും. അങ്ങനെയുള്ള ഓർമ്മകൾ. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് പാത്രം, ലഞ്ച് ബോക്സ് കഴുകാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പാടുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് ഒരു തോട് പോകുന്നുണ്ട്, കുറച്ച് വലിയ തോടാണേ. അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് പാത്രം കഴുകിയൊക്കെ ഓർമ്മകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോരുന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഈ ഒരു പെരിന്തൽമണ്ണയ്ക്ക് ഉള്ള ഒരു യാത്ര. അപ്പോൾ അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ നേഹ ജ്വല്ലറിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പെരിന്തൽമണ്ണ നേഹ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് നമ്മുടെ മൗലാന ഹോസ്പിറ്റലിനെയും അതുപോലെ ഒരു വലിയൊരു പള്ളിയുണ്ട് മൗലാന ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ്. അതായത് ഈ ഒരു പള്ളിയോട് ചാരിയിട്ടാണ് എന്താ പറയുക ഈ ഒരു ജ്വല്ലറി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് റിസ്വാനയാണ് കേട്ടോ. ഇവാസ് വേൾഡ് എന്നാണ് അവളുടെ ചാനലിൻ്റെ നെയിം. അപ്പോൾ അവൾ ചുമ്മാ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള നിപ്പാണ്. അപ്പോൾ എന്നെ ചുമ്മാ അങ്ങനെ വെൽക്കം ചെയ്യാണ്. അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്കും അതുപോലെ ലഡ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇനാഗുറേഷൻ കറക്റ്റ് 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലി ആൾക്കാർ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നമുക്ക് ജ്വല്ലറിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നെ ഒരു 12 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് എല്ലാവരും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷെഹറൂബത്താൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് പറയുന്നതല്ല, നല്ല തിന്നായിട്ടുള്ള, എനിക്ക് പ്രത്യേകിച്ചും കട്ടി കുറഞ്ഞിട്ടുള്ള ആഭരണങ്ങളോടാണ് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ ഷെഹറൂബത്താൻ്റെ ഹസ്ബൻഡ് ഷമീൽക്ക. ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ. നമുക്ക് നല്ല കംഫർട്ടാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ നല്ല കംഫർട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ വന്നിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും തന്നെ റിങ്സ് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലും സിൽവറിൻ്റെ കളക്ഷനാണ് കേട്ടോ, ഗോൾഡിൻ്റെ കുറച്ച് കുറവായിരുന്നു. സിൽവറാണ് കുറച്ച് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂക്കുത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മൂക്കുത്തി ഇയർ സ്റ്റഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ്, 1-2 ഫ്രണ്ട്സും കൂടെ മൂക്കുത്തിയവരുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ട് മൂക്കുത്തി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണ്ടല്ലോ, നല്ല തിന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഭയങ്കര ഭംഗിയായിട്ടുള്ളതും ക്യൂട്ടായിട്ടുള്ളതും ഒരുപാട് നെക്ലേസ്, പിന്നെ മെൻസിനുള്ള അതായത് ആണുങ്ങൾക്കുള്ള ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ, കുട്ടികളൊക്കെ കയ്യുമ്പോൾ കിട്ടുന്ന സിൽവർ ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എത്തിയതിന് ശേഷം നമ്മുടെ പുറകെ തന്നെയായിട്ട് റംഷ സാർ എത്തിയിട്ടുണ്ടായിരുന്നു. സാറും സാറിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. സാറിൻ്റെ കൂടെ നിൽക്കുന്നത് സാറിൻ്റെ വൈഫാണ്, ഷംന എന്നാണ് ആളുടെ പേര്. കയ്യിലിരിക്കുന്നവർ ചെറിയ മോളാണ് ഇഷമോള്. പിന്നെ 2 ആൺകുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഷെഹറൂബത്തെ ഈ ഒരു ഇനാഗുറേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാസ്റ്റർ പീസിലെ മെമ്പേഴ്സിനെയാണ് കേട്ടോ. അപ്പോൾ അവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മൾ കുറച്ച് പേര് കുറച്ച് സിൽവറിൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല അടിപൊളിയായിട്ടുള്ള റിങ്സ് ഉണ്ട്, ലേഡീസിലുള്ള റിങ്സ് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കിഡിലനായിട്ടുള്ള റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ റിങ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ്, സിൽവറിലുള്ള ബ്രേസ്ലെറ്റ്, കാലിടുന്ന കൊലുസ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ റിങ്, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഷെഹർബത്താൻ്റെ വീട്ടിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷെഹർബത്താൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കുറച്ച് ഗ്യാങ്ങും കൂടെ ഉണ്ട് പോവാൻ. അപ്പോൾ കുറച്ച് പേര് നേരത്തെ പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ. അപ്പോൾ നമ്മളിത് ഷെഹർബത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്യാനുള്ള ദൂരം മാത്രമേ ഇത്താൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പേര് നേരത്തെ ഇത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നമ്മളാണ് ഫൈനലായിട്ട് ജ്വല്ലറിയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ മീറ്റപ്പിനൊക്കെ കൂടുമ്പം എന്താ പറയുക, എല്ലാവരും കൂടെ തിരക്കാവുമ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും ഷോപ്പിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്കങ്ങനെ റിലാക്സ് ആയിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനൊന്നും പറ്റാറില്ല. പക്ഷേ ഇത് തന്നെ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഫ്രീഡത്തോട് കൂടിയിട്ട് സംസാരിക്കാനും നല്ലൊരു സ്പേസ് കിട്ടിയ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പോയിട്ടാണ് ഫുഡ് കഴിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഡൈനിങ് ടേബിളിൽ എന്താ പറയുക കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ഗ്യാങ് ആയിട്ട് അങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ നമുക്ക് ഷെഹർബത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് കൂടെ ഒന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ പെട്ട ആളാണ് ഹന്നുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് കൂടെ അന്നത്തെ ദിവസം തന്നെ ഷെഹർബത്താൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഹന്നുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഉള്ളത് ഫോട്ടോ സെഷനാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഷെഹർബത്താൻ്റെ വീട്ടിൽ നിന്നും മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ വന്നവർ ബസ്സിൽ വന്നവരെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കാരണം എൻ്റെ മൊബൈൽ വെച്ചിട്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊബൈലിൽ ചാർജ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മടങ്ങുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഡയറക്റ്റ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം നേരെ ജോയിൻ ചെയ്തത് ഒരു നിക്കാഹ് ഫംഗ്ഷനിലേക്കാണ്. എൻ്റെ തന്നെ ഫാമിലിയിലുള്ളൊരു നിക്കാഹ് ഫംഗ്ഷൻ ആയിരുന്നു. ഈവനിങ് ഉള്ള പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഡയറക്റ്റ് അതിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാണ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അന്നത്തെ ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. പിന്നെ ഇൻഷാല്ലാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗും അതുപോലെ തന്നെ നല്ല കിടിലനായിട്ടുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക്